അല്ല മക്കളെ, എന്റെ ഗോപാലിനെ കണ്ടിനാ? എന്റെ ഗോപാലിനെ കണ്ടിനാ? എന്റെ ഗോപാലിനെ കണ്ടിനാ? ഓരെന്നെ തനിച്ചാക്കി അങ്ങോട്ടോ പോയി. എല്ലാവനെ ഗോപാലിനെ കണ്ടിനാ? എന്റെ ഗോപാലിനെ കണ്ടിനാ? ഓരെന്നെ തനിച്ചാക്കി എങ്ങോട്ടോ പോയി. അല്ലപ്പാ, എന്റെ ഗോപാലിനെ കണ്ടിനാ? ഗോപാലിനെ കണ്ടിനോ? എന്നെ തനിച്ചാക്കിയോടെയോ പോയി. ഈ അസ്തമയ സൂര്യന്റെ ശോഭ പോലെയാ ഈ വൃദ്ധന്റെ മനസ്സ്. ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ചിരിക്കുന്നു. ആയ കാലത്ത് പിള്ളേരൊന്നും പറഞ്ഞാൽ വലിയ ജീവൻ. ഇപ്പോഴോ ഒരുത്തൻ അങ്ങ് അമേരിക്കയില്, ഒരുത്തി അങ്ങ് ജർമ്മനിലും. ആരുമില്ല ഈ വയസ്സനെ നോക്കാൻ. അല്ല മക്കളെ, എന്റെ ഗോപാലിനെ കണ്ടിനാ? ഗോപാലിനെ കണ്ടില്ല. ഓൻ എന്നെ തനിച്ചാക്കി ഏറിയോ പോയി. തേരാറിൻ തീരത്തെ തേരാറിൻ തീരത്തെ പേരാറിൻ തീരത്തെ പേരമര ചോട്ടിലെ പേരറിയാത്തൊരു പേടമാനേ, പേരറിയാത്തൊരു പേടമാനേ ബേ, പേരാടിൻ പാതിരാമുല്ലകൾ പൂത്തതിയാതെ പാലൊളിച്ചിരി തൂതി പൊൻചന്ദ്രികേ, പേരാറിൻ തീരത്തെ പിച്ചകവള്ളിയും
വച്ചങ്ങനെ പിന്നെ വന്നെന്തോ കഥ പറഞ്ഞു പിന്നെ വന്നെന്തോ കഥ പറഞ്ഞു പകലോനു ഭിച്ചാലും പാതിരാ പാതിരാ മറഞ്ഞാലും പാരിലെല്ലാവർക്കും പരിഭവമോ പാരിലെല്ലാവർക്കും പരിഭവമോ പകലോനു ഭിച്ചാലും പാതിര മറഞ്ഞാലും പാരിലെല്ലാവർക്കും പരിഭവമോ പാരിലെല്ലാവർക്കും പരിഭവമോ പകലോനു ഭിച്ചാലും പേരാരിൻ തീരത്തെ പേരമരച്ചോട്ടിലെ പേരറിയാത്തൊരു പേടമാനെ പേരറിയാത്തൊരു പേടമാനെന്തേ പേരാരിൻ പാതിരാള വന്നത്. മക്കളെല്ലാം നല്ല നിലയിലാണല്ലോ. നല്ല അധ്വാന ശീലം മറന്നിട്ടേ ഇല്ല. മുഖം കണ്ടാൽ അറിയാം ദീർഘായുസാണ്. അച്ഛാ ഒന്നിങ്ങ് വന്നേ. അച്ഛാ എന്തിനാ ഈ കണ്ട അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. മലത്ത് നേരത്തെ എത്തിനായിരിക്കും അല്ലേ? എന്താ മോളെ ഇത് അളക്കം തുടങ്ങിയ? ഞാൻ നേരത്തെ എത്തിപ്പാ, ഒരാടില്ലല്ലോ. ആരി പരമോടന വാ. കുറച്ച് വെള്ളം വേണം മോളെ. മോളെ ഒരു കാര്യം, നീ എൻ്റെ മോളെ പോലെ തന്നെ എനക്ക്. പിന്നെ ആ കാക്കാലത്ത് എന്തിനാ ഇവിടെ വരുന്നത്? നാട്ടുകാരെ കൊണ്ട് പറയിക്ക്. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല മോളെ, ഞാൻ പറഞ്ഞേല്ലു. നിന്റെ അമ്മ മരിച്ചേരം ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിനി. അപ്പൊ ഓൻ പറഞ്ഞു പിള്ളേരെ വലുതാട്ട്. ആരാ മോളെ അത്? ആ ഓന് രണ്ടായിനാ. എന്താ ഞാൻ പോന്നു മോളെ. മോളെ ആരാരുമില്ലാത്ത നേരത്ത് അവൾ എനിക്കൊരു തുണയാ. നിങ്ങൾക്ക് എന്നെ കാണാൻ വരാൻ നേരമില്ലല്ലോ. മാസത്തിൽ ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വന്നൂടെ മക്കളെയും കൂടി? എന്റെ ജോലി തിരക്ക് അച്ഛൻ അറിയില്ലേ? പിന്നെ മക്കളുടെ പഠനം, അതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരലെല്ലാം ബുദ്ധിമുട്ടാ. അച്ഛാ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഇതാ എത്തി. അച്ഛൻ എഴുതിയത് എന്തിന്റെ കുറവാ? എല്ലാ സുഖസൗകര്യങ്ങളും ഇല്ലേ? ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ്, ഫോണ്. പിന്നെ എന്തിന്റെ കുറവാ അച്ഛനുള്ളത് ഇവിടെ? ഹരിയേട്ടനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്ത് തീരുമാനം മക്കളെ? തീരുമാനം മറ്റൊന്നുമല്ല അച്ഛാ, സ്വത്തിന്റെ കാര്യത്തിൽ സ്വത്ത് ഭാഗം വെക്കണം. വിഹിതം വെക്കാൻ?
ഞാനൊന്ന് ചത്തോട്ടെ, എന്നിട്ട് മതി വീതും മക്കളും വെട്ടിമുറിക്കാൻ. ഒന്ന് പോകുന്നുണ്ടോ? നീ എന്തെന്താ വിഷമിച്ചിരിക്കുന്നത്? എനിക്കെന്തോ വേവിലാതെയാണല്ലോ, ഒറ്റക്കാമെന്തല്ലോ ചിന്തിച്ചു പോന്നു. നീ അത് വിടറോ, നിന്റെ മക്കളെല്ലാം നല്ല നിലയിലായില്ലേ, പിന്നെ എന്നാ ഈ പ്രശ്നം? നമ്മളെ മക്കളെ ശ്രദ്ധിക്കാറുണ്ടോ? അവിടുന്ന് വർത്താനം പറയാറുണ്ടോ? ആ, ഒരു കണക്കിന് നമ്മളിഞ്ഞാടോ കുറ്റക്കാറ്. ഒന്ന് ഫോൺ എടുക്കടോ. അതവനാ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചോണ്ടിരിക്കുക. നിങ്ങളെ ഒന്ന് ഒഴിവാക്കിയിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമില്ലടോ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് പണ്ടുള്ളവര് പറയുന്നത് കേട്ടില്ലേ? മേജറെ, വീട്ടിലെ വിശേഷങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? പാവാട പ്രായത്തിലാണ് ഞാൻ അവൾ ആദ്യം കാണുന്നത്. അവൾ നന്നായി പാടുമായിരുന്നു. വായനശാലയിൽ പുസ്തകം എടുക്കാൻ പോയാൽ MTയുടെ നോവലായ 4 കെട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ കഥകൾ തമ്മിൽ കൈമാറുമായിരുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. മേജറെ, നിങ്ങൾ ആ പാട്ടൊന്ന് പാടും മേജറെ. മലയാളമാണെൻ്റെ ഭാഷ, മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. ഞങ്ങൾ പഠിക്കും ഈ ഭാഷ, ഞങ്ങൾ നന്നായി പഠിക്കും ഈ ഭാഷ. ഞങ്ങൾ പഠിക്കും ഈ ഭാഷ, ഞങ്ങൾ നന്നായി പഠിക്കും ഈ ഭാഷ. മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. അതൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണല്ലോ. അല്ല, പിറന്നാള് കാര്യം കാണുന്നില്ലല്ലോ. അവളകത്തുണ്ട്, ഞാനിപ്പോ കൂട്ടിവരാം. ആ, കൊണ്ടുപോവാ. എവിടെ?
ഉന്നത വിജയം നേടിയാൽ എൻ്റെ മോനൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നു എൻ്റെ ശ്രീദേവിക്കുട്ടി. അവൻ ആ സന്തോഷത്തിൽ ഓടി, ആ ഓട്ടത്തിൽ അന്ന് വീണതാണ് എൻ്റെ ശ്രീദേവിക്കുട്ടി. ഒന്ന് നിർത്തടോ. എന്താ പക്ഷെ കണ്ണു കാണുന്നില്ല? എന്തായി നിങ്ങൾക്ക്? എന്താ പറ്റി? എന്താ പറ്റി നിങ്ങൾക്ക്? പറയാം. നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചവനായ ഞാൻ. എൻ്റെ മക്കൾ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുക? നമ്മൾ എത്ര സമയം അവിടെ കാത്തുക്കുന്നത്? ഭാസ്കര, ഭാസ്കര, ഇടാ ഇടാ എന്തോ ചെയ്യണ? നമുക്കിന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാം. ഒരു കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട്. അല്ല ഡോക്ടർ, അച്ഛൻ ഇതുവരെയായിട്ട് കണ്ണു തുറന്നിട്ടില്ലല്ലോ, സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒക്കെ ശരിയാവും, ഭയപ്പെടാതെ. ഈ അവസ്ഥയിൽ വീട്ടിലെത്തിച്ചിട്ട് എന്ത് ചെയ്യാനാ സാർ? അവിടെയാണെങ്കിൽ ആരുമില്ല എന്നല്ലേ? ഈ ആരുമില്ലായ്മ തന്നെയാണ് ഭാസ്കരനെ ഈ അവസ്ഥയിലെത്തിച്ചത്. വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാർ. നിങ്ങൾ എന്ത് സൗകര്യമാണ് പറയുന്നത്? നിങ്ങൾ ഒരുക്കി കൊടുത്ത ടിവിയും ഫ്രിഡ്ജും ഫോണും അച്ഛനെ സ്നേഹിക്കോ? അച്ഛന് സ്വാതന്ത്ര്യമേകാൻ പറ്റൂ? ഞാൻ കുറേ ആയി ചോദിക്കണം നീ ആയിരിക്കുന്നു. നീ എന്താ തത്തേനെ കൊണ്ടുപോകാതെ? അതെന്റെ ഭരതേട്ടൻ പറഞ്ഞു, തത്തനെ കൂട്ടിലിടണ്ടാ പറഞ്ഞു. അത് പാറി പറന്ന് പോട്ടെ എന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ തുറന്നു വിട്ടു. എന്താ 3 പേരും വന്നത്? സാറെ, ഭാസ്കരൻ ആസ്പത്രി വിട്ടതിന് ശേഷം ഒരു വിവരമില്ല. ഞങ്ങൾ അന്വേഷിക്കാൻ സ്ഥലവുമില്ല. സാറേ, ഓൻ എങ്ങോട്ടാ പോയെന്ന് പോലെ നിശ്ചയമുണ്ടോ? മക്കൾ അവരെ ഇട്ടേച്ച് പോയി. ഞാൻ നിർബന്ധിച്ചിട്ടാണ് കാക്കാലത്തിൻ്റെ കൂടെ പോയത്. മക്കൾ അവരെ ഉപേക്ഷിച്ച മട്ട. കാക്കാത്തി വിചാരിച്ചാൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സാറേ, എനിക്ക് അദ്ദേഹം ആരുമല്ല, എന്നാൽ ആരൊക്കെയോ ആണ്. എൻ്റെ അച്ഛനായി, എൻ്റെ സഹോദരനായി. ഞാൻ നോക്കിക്കൊള്ളാം സാറേ, ഞാൻ നോക്കിക്കൊള്ളാം.
എന്നാ ഇത് വെച്ചോ. വേണ്ട സാറേ, ഞാൻ നോക്കിക്കൊള്ളാം. സ്നേഹം മാത്രം മതി. ജീവിതം ഒരു നദി പോലെയാണ്, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ഒഴുക്ക് നിലച്ചാൽ നദിയിലെ ജലം മലിനമാകുന്നത് പോലെ ജീവിതവും മലിനമായി പോകും. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നന്ദിയുണ്ട്, മറക്കില്ല ജീവനുള്ള കാലം വരെ. എടോ, നീ എന്തിനാ നമ്മളെ തത്തേനിങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നത്? അതിനെ തുറന്നു വിട്. അതിങ്ങനെ അനന്തവികാസം ഇങ്ങനെ പാറി നടക്കട്ടോ. നിങ്ങൾ എന്തപ്പോ ഈ പറയുന്നേ? മരണം അതിന്റെ സമയമാകുമ്പോ കൂട്ടിക്കൊണ്ടു പോകൂടോ, അല്ലാണ്ട് പിന്നെ. ആരാ മനസ്സിലായില്ലല്ലോ? സാവിത്രി അല്ലേ? അതെ. ഭാസ്കരനുണ്ട് അവിടെ? അയാള് പോയി, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് എങ്ങോട്ടോ പോയി, അറിയില്ല. ഒന്നും പറഞ്ഞിട്ടില്ലേ? ഒന്നും പറഞ്ഞിട്ട്. ഇതിപ്പോ ഇനിയിപ്പോ ഇവിടെ പോയി അന്വേഷിക്കുമ്പോ ഭാസ്കരട്ടാ, ഇതാ ഇത് വെച്ചോ. ഞാൻ നേരെ വീട്ടിലേക്കാണ്, ഇനി നാളെ കാണാം. വെച്ചോ ഭാസ്കരട്ടാ. സ്വാന്തനിപ്പിക്കാൻ എനിക്കൊരു വാക്കുകളില്ല. അച്ഛൻ എനിക്കൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങളെന്ന് കണ്ടപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല. മക്കളൊക്കെ നല്ല നിലയിലല്ലേ? ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഗുഡ് നൈറ്റ്. മിസ്റ്റർ ജോൺ, എനിക്കെൻ്റെ ബിസിനസ്സാണ് വലുത്. നാളെ കോട്ടയത്ത് എനിക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ളതാണ് ഫ്ലാറ്റിന്. അച്ഛാ, ഇതൊന്ന് നിർത്തുന്നുണ്ടോ? വലിയ ശല്യമായാലോ ഇത്? നിനക്കിത് ശല്യമായിട്ടൊക്കെ തോന്നും. ആരും എന്നെ സ്നേഹിക്കാനില്ല. അതിപ്പോ ഇതിനെനിക്കൊരു സ്വാതന്ത്ര്യം തരാൻ സാധിക്കുമെങ്കിൽ. പക്ഷേ എന്റെ ബന്ധുവാ. ബന്ധം അച്ഛൻ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അച്ഛൻ റെഡി ആയിരിക്കണം. വിലാസിനി, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രധാന ഘട്ടം ഇന്നുകൊണ്ട് പൂർത്തിയാകും. വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളിൽ 95% ഇന്നുകൊണ്ട് പൂരിപ്പിച്ചു വാങ്ങാനാണ് BLO-മാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. 85% അച്ഛൻ ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഞങ്ങളെ തിരക്ക് അച്ഛനെ അറിയാവുന്നത്. മണ്ഡലകാല തിരക്കിലമർന്ന എന്റെ ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. ശബരിമലയിൽ ദർശനം നടത്തിയവരുടെ എണ്ണം 12 ലക്ഷത്തോട് അടുക്കുന്നു. ഇന്നലെയും 70,000-ന് മുകളിൽ ഭക്തരെത്തി. നീണ്ട ക്യൂ ഉണ്ടെങ്കിലും ദർശനം സുഗമമാണ്. അച്ഛനാണെങ്കിൽ ബോഡി ഷേമിംഗ് തുടരുന്നുവെന്ന നടി ഹണി റോസ് പുതിയ ചിത്രമായ റിലീസിനോടനുബന്ധിച്ച് മനോരമ ന്യൂസിനോട് സംസാരിച്ചു. എന്താ പറയാ, ഇപ്പം നമ്മൾ ഒരു തവണ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഷോക്കും വേദനയും വിഷമമൊക്കെ ഉണ്ടാവും. പിന്നെ ഇന്നൊരു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ എന്താ പറയുക, അത്രയും വികാരത്തിൽ നമ്മൾ പിന്നീട് എടുക്കണം എന്നില്ല. കാരണം ഇത് സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ വരും. പക്ഷെ ഏറ്റവും
വെച്ചിട്ട് ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. സർക്കാർ താല്പര്യങ്ങൾക്കനുസരിച്ച് സിനിമയ്ക്ക് സെൻസർ ബോർഡ് കത്രിക വയ്ക്കുന്നത് ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടൻ കമൽഹാസൻ. മനോരമ ഹോർട്ടിലെത്തി കമൽഹാസൻ ജാനകി ഹാൾ സിനിമകളിലെ സെൻസറിംഗ് നിന്നെ കണ്ടു കിട്ടാനേ ഇല്ലല്ലോ മോനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് നോക്കണ്ടേ? അച്ഛനെ നമുക്ക് എവിടെയെങ്കിലും വൃദ്ധസ്ഥലത്തിലൊക്കെ കൊണ്ടാക്കാന്ന്. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കണ്ടേ? വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആർത്തി. ഞാൻ പറഞ്ഞുമായി ഈ മാതാവ് കാത്തിരിപ്പ് 11 മക്കളുണ്ടായിട്ടും ഒരാൾ പോലും ഇതുവരെ തിരികെ കൊണ്ടുപോകാൻ എത്തിയിട്ടില്ല. മാഷെ സുഖം തന്നെയല്ലേ? ഇങ്ങനെ പോകുന്നു. വാ കയറും. അച്ഛന്റെ കൂടെ ഇവിടെ തന്നെ സ്ഥിരതാമസമായി കൂടെ? അച്ഛനെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിർത്തണോ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടങ്ങാത്ത ആഗ്രഹം. എൻ്റെ ഉറ്റ ചങ്ങാതിയോടൊപ്പം ഞാനും. ഇന്നത്തെ പോലെ യാത്രാ സംവിധാനങ്ങളൊന്നും അന്നില്ലായിരുന്നു. നടന്ന് തളർന്നപ്പോൾ ഞങ്ങളൊരു കൽവട്ടിൻ്റെ മേലിരുന്നു. ഒരു കുഞ്ഞിൻ്റെ ഞരക്കം. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അതൊരു ആൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞായിരുന്നു മോനെ നീ. ഭാസ്കര, നിങ്ങൾക്ക് അന്ത്യോർക്കാർ എന്റെ വീടുണ്ട്. നമുക്ക് പോവാം, പേടിക്കണ്ട. വാ. അച്ഛാ, നമുക്ക് വീട്ടിലേക്ക് പോകാം അച്ഛാ. ഞങ്ങൾക്ക് തെറ്റ് ബോധ്യമായി. സൂര്യന് മാത്രമാണ് നിറം മാറാൻ കഴിയുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മനുഷ്യൻ അവൻ സൂര്യനേക്കാൾ തീച്ചൂടുള്ളവനാ. വിശ്വസിക്കരുത്, ഹൃദയം പങ്കുവെക്കരുത്. ഹരിതഗോളത്തിലെ സുഹൃത ജന്മങ്ങളെ സകല ഗുണസമ്പന്നമാകണേ ജീവിതം. പൈതൃകം തന്നവർ പാരിന്റെ ശക്തികൾ പതരാതെ നമ്മെ പരിപാലിച്ചോ. പല പല വേഷങ്ങൾ കെട്ടിയാടി പല ജാതി ഭാവങ്ങൾ